തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ കാലിൽ പുഴുവരിച്ച് സംഭവത്തിൽ പരിചരണത്തിൽ വീഴ്ചയെന്ന നിഗമനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ജാഗ്രത കുറവുണ്ടായി എന്ന് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. സമിതി ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. ഇന്ദുലേഖ രേണുണ്ട് വിവരങ്ങളുമായി. ഇന്ദുലേഖ, ഗുഡ് മോർണിംഗ്. ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്? ജാഗ്രത കുറവുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. ഈ ജാഗ്രത കുറവൊക്കെ റിപ്പോർട്ടിൽ പറഞ്ഞാലും പിന്നീട് ഒക്കെ തേഞ്ഞു മാഞ്ഞു പോകുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ തികച്ചും സ്വാഭാവികം മാത്രം എന്ന നിലയിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. എന്താണ് വിശദവിവരങ്ങൾ? നമ്മൾ ഇന്നലെ തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. എല്ലാവരെയും ആശങ്കപ്പെടുത്തക്ക രീതിയിൽ വീണ്ടും മെഡിക്കൽ കോളേജിൽ ഒരു ചികിത്സാ പിഴവ് കൂടി സംഭവിച്ചിരുന്ന വാർത്ത. അതായത് കാലിൽ ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയ ഒരു രോഗിയെ സർജറി നടത്തി ICUവിൽ പരിചരണത്തിനിടെ ആളുടെ കാലിൽ പുഴുവരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 28-ാം തീയതിയായിരുന്നു പാരിപ്പള്ളി സ്വദേശിയായിട്ടുള്ള രാജേന്ദ്ര പ്രസാദിന് ബൈക്ക് അപകടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ആദ്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും പിന്നീട് ഗോകുലം മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി, അതായത് കാലിലെ പരിക്ക് ഗുരുതരമാണ് എന്നതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ സർജറിയും നടത്തിയിരുന്നു. പിന്നീട് കുറച്ചധികം ദിവസം അദ്ദേഹം ICUവിൽ ചികിത്സയിലായിരുന്നു. അതിന് ഒരു 3 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് രോഗിയുടെ ബന്ധുക്കളുടെ അടുത്തെത്തിയ ആളുടെ അവസ്ഥ ഇത്തിരി ഗുരുതരമാണെന്ന് ഡോക്ടർമാർ അറിയിക്കുന്നത്. അതിനുശേഷം ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് 20-ാം നമ്പർ വാർഡിലേക്ക് രാജേന്ദ്ര പ്രസാദിനെ മാറ്റുകയായിരുന്നു. അപ്പോഴാണ് ബന്ധുക്കളുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. ഇയാളുടെ കാലിൽ പുഴുവരിച്ച നിലയിലുണ്ടെന്ന്. പെട്ടെന്ന് കാലൊന്ന് പതിയെ ഉയർത്തി നോക്കിയപ്പോഴത്തേക്കും കാലിൽ നിന്നും മുറിവിലെ കെട്ടിൽ നിന്നും പുഴുക്കൾ ഇങ്ങനെ അടർന്നു വീഴുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ഡോക്ടർമാരെ വിവരം അറിയിച്ചു. പക്ഷെ വലിയ രീതിയിലൊരു അലംഭാവമാണ് അവർ കാണിച്ചത്. അതായത് ബന്ധുക്കൾ ചെന്ന് പരാതി പറഞ്ഞിട്ടും യാതൊരു വിധത്തിലും പ്രതികരിക്കാനോ അല്ലെങ്കിൽ വന്ന് രോഗിയെ നോക്കാനോ അവർ തയ്യാറായില്ല. പിന്നെ നിരന്തരമായി ചെന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ടാണ് ഒരു രാത്രി 8 മണിയോടുകൂടി ഒരു ഡോക്ടർ വന്ന് പരിശോധിക്കുന്നത്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ സമയമെടുത്ത് മുറിവ് ക്ലീൻ ചെയ്ത് വീണ്ടും ഡ്രസ്സ് ചെയ്യുകയായിരുന്നു. മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത ആദ്യം പുറത്തു വരുന്നത്. ആരോഗ്യമന്ത്രിയും അങ്ങനെയാണ് വിവരം അറിയുന്നത്. അദ്ദേഹം അന്നേരം തന്നെ ഒരു സമിതിയെ രൂപീകരിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും 48 മണിക്കൂറിനുള്ളിൽ, അതായത് ഇന്നലെയാണ് ഉത്തരവ് പുറപ്പെടുവിച്ച് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരികയാണ്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഓർത്തോ വിഭാഗത്തിൽ രോഗികളെ നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ആളുകൾക്ക് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം അധികൃതരോടും ഡോക്ടർമാരോടും എന്തുകൊണ്ട് കാലിൽ പുഴുവരിച്ചുവെന്ന് രോഗിയുടെ ബന്ധുക്കൾ ചോദിച്ചപ്പോൾ കാലിൽ ഈച്ച വന്നിരുന്നതാകാം, അതിട്ട മുട്ടയിൽ നിന്നാകാം പുഴുക്കൾ ഉണ്ടായത് എന്നൊരു വിചിത്രവാദമായിരുന്നു ഈ അധികൃതരും ഡോക്ടർമാരും ഒക്കെ നൽകിയിരുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം കെയർലെസ് ആയിട്ടാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ രോഗികളെ അവർ നോക്കിയിരുന്നതെന്ന്. അത് തന്നെയാണ് റിപ്പോർട്ടിലും പ്രതിഫലിക്കുന്നത്. അത്തരത്തിലൊരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു തുടർ നടപടികൾ. എന്തായാലും ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യത, അതായത് ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞത് വെച്ച് അലംഭാവം ആരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായോ അവർക്കൊക്കെ എതിരെ അന്വേഷണം ഉണ്ടാകും. സസ്പെൻഷൻ അല്ലെങ്കിൽ അതിൽ ഗുരുതരമായ എന്തെങ്കിലും രീതിയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. പക്ഷേ പ്രാഥമികമായി എന്തായാലും അലംഭാവം പറ്റി എല്ലാവരെയും കൗൺസിലിങ്ങിന് വിധേയമാക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ജോലിയിൽ പ്രവേശിപ്പിച്ചാൽ മതി. അതായത് ഡോക്ടർമാരടക്കം അവിടെ പരിചരണത്തിന് നിൽക്കുന്ന മറ്റു ജീവനക്കാർ, ഡോക്ടർമാർക്കെതിരെ മാത്രമല്ല മറ്റു ചില ജീവനക്കാർക്കെതിരെ ബന്ധുക്കൾ പരാതി പറഞ്ഞിരുന്നു. കാരണം അവർക്ക് വളരെ അപമര്യാദയായിട്ടും ദേഷ്യത്തോടു കൂടിയുമാണ് ഈ ബന്ധുക്കളെ സമീപിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ലിസ്റ്റിൽപ്പെട്ട എല്ലാവരെയും ഇതിൽ കുറ്റക്കാരാക്കപ്പെടും, കൗൺസിലിങ്ങിന് വിധേയമാക്കും. അതുപോലെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്കും പോകാൻ സാധ്യതയുണ്ട്. മോത്തി, ശരി. ഇന്ദുലേഖ രേണുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വകുപ്പ് തല നടപടിക്കൊക്കെ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കൗൺസിലിംഗ് നൽകുമെന്ന് പറയുന്നത് ഇത് എത്ര തവണ കൗൺസിലിംഗ് നൽകിയാൽ ശരിയാവുമെന്ന് മനസ്സിലാവുന്നില്ല. തീവ്രപരിചരണ വിഭാഗം അവിടെ ഇത്തരത്തിലൊരു അലംഭാവം ഉണ്ടായാൽ പിന്നെ തീവ്രപരിചരണം ആവശ്യമുള്ള മറ്റു രോഗികളുടെ കാര്യത്തിൽ ഒരാളിന് അങ്ങോട്ടേക്ക് പോകാൻ മടി തോന്നുന്ന അവസ്ഥയല്ലേ ഉണ്ടാവുക?